ദാസനായി ഞാൻ തീർന്നതിനാ എൻ മരണം എനിക്കതു ലാഭം. ഏതൊരു സംരംഭകനും ആഗ്രഹിക്കുന്നതും ലക്ഷ്യമിടുന്നതും അതിൽ നിന്നും ലഭിക്കുന്ന ആദായമാണ്. ലാഭകരമല്ലാത്ത സംരംഭം തുടരുന്നത് ബുദ്ധിശൂന്യതയാണ്. ലാഭമുണ്ടാക്കുന്ന വിവിധ സംരംഭങ്ങളെക്കുറിച്ച് അറിയുവാൻ കഴിയുന്ന ധാരാളം പുസ്തകങ്ങൾ ഇന്ന് വിപണിയിലുണ്ട്. പലരും അത് വാങ്ങി പഠിച്ച് അതിനുവേണ്ടി ശ്രമിക്കാറുണ്ട്. ചിലപ്പോൾ ലാഭകരമാകും, ചിലപ്പോൾ നഷ്ടത്തിൽ അവസാനിച്ചെന്നും വരും. എന്നാൽ ലാഭകരമായ ജീവിതം കെട്ടിപ്പടുക്കുവാൻ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട സത്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരേ ഒരു ഗ്രന്ഥമാണ് ദൈവവചനമാകുന്ന ബൈബിൾ. യേശുക്രിസ്തുവിൻ്റെ മഹത്തായ ഒരു പ്രസ്താവന ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇപ്രകാരമാണ്: ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയിട്ടും അവൻ്റെ ജീവനെ നഷ്ടമാക്കിയാൽ അവന് എന്ത് പ്രയോജനം? മർക്കോസ് 8:36. ജീവിതം ഏറ്റവും വിലപ്പെട്ടതാണ്. ജീവിതത്തിൽ നേടേണ്ടത് നേടാൻ കഴിഞ്ഞില്ലെങ്കിൽ ആ ജീവിതം നഷ്ടമാണ്. മറിച്ച് അത് നേടിയെടുക്കുവാൻ കഴിഞ്ഞാൽ ജീവിതം ലാഭകരം തന്നെയാണ്. സമയം അല്ലെങ്കിൽ അവസരങ്ങൾ പ്രയോജനപ്പെടുത്തിയെങ്കിൽ മാത്രമേ നേട്ടങ്ങൾ കൈവരിക്കാനാകൂ. ഇതിനെക്കുറിച്ച് ബൈബിൾ പറയുന്നത്, ഇത് ദുഷ്കാലമാകിയാൽ സമയം അഥവാ അവസരം തക്കത്തിൽ ഉപയോഗിപ്പിൻ എന്നാണ്. അപകടത്തിൽപ്പെട്ട് അവശനായ ഒരാളെ എത്രയും വേഗം വൈദ്യസഹായത്തിന് എത്തിച്ചില്ലെങ്കിൽ ആ ജീവൻ ഒരുപക്ഷെ നഷ്ടമായേക്കാം. മനുഷ്യൻ പാപത്തിൽ കുടുങ്ങി ഇതേ അവസ്ഥയിൽ കിടക്കുന്ന സമയത്താണ് ഒരു മാർഗവുമില്ലാതെ നിത്യ ശിക്ഷാവിധിയാകുന്ന മരണത്തിന് അടിമപ്പെട്ട് കഴിയുമ്പോഴാണ് ക്രിസ്തു തക്ക സമയത്ത് മരണം വരിച്ച് മനുഷ്യനെ പാപത്തിൽ നിന്ന് വിടുതൽ നൽകിയത്. 30-ാം സങ്കീർത്തനത്തിൻ്റെ രചയിതാവായ ഡേവിഡ് എഴുതിയിരിക്കുന്നത് ഇപ്രകാരമാണ്: ഞാൻ കുഴിയിൽ ഇറങ്ങിപ്പോയാൽ എൻ്റെ രക്തം കൊണ്ട് എന്ത് ലാഭമുള്ളൂ? ധൂളി അങ്ങയെ സ്തുതിക്കുമോ? അത് അങ്ങയുടെ സത്യത്തെ പ്രസ്താവിക്കുമോ? സങ്കീർത്തനങ്ങൾ 30:9. നീതിമാനെ മരണത്തിലും പ്രത്യാശയുണ്ട് എന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു. മനുഷ്യായുസ്സ് വളരെ ചുരുങ്ങിയ ഒരു കാലയളവാണ്. മരണം വന്ന് ഈ ജീവിതം അവസാനിക്കുന്നതിന് മുൻപേ സൃഷ്ടാവായ ദൈവത്തെ അറിയേണ്ടതും അഭയം പ്രാപിക്കേണ്ടതും അത്യന്താപേക്ഷിതമാണ്. അതാണ് ബുദ്ധി, അതാണ് ലാഭകരമായ ജീവിതം. എത്ര ധനമുണ്ടായാലും, എത്ര പാണ്ഡിത്യമുണ്ടായാലും, എത്ര പ്രശസ്തി ഉണ്ടായാലും ദൈവത്തെ മാറ്റി നിർത്തിയുള്ള ജീവിതം അർത്ഥശൂന്യമാണ്, നഷ്ടമാണ്. ക്രിസ്തു വിശ്വാസികളായ സ്ത്രീകളെയും പുരുഷന്മാരെയും ഉപദ്രവിക്കുകയും കൊല്ലുകയും ചെയ്തിരുന്ന 1-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന തർസോസ്കാരൻ ശൗൽ ക്രിസ്തുവിനെ അറിഞ്ഞ ശേഷം അദ്ദേഹം പറഞ്ഞത് ഇപ്രകാരമാണ്: മുമ്പേ ഞാൻ ദൂഷകനും ഉപദ്രവിയും നിഷ്ഠൂരനുമായിരുന്നു, എങ്കിലും ദൈവം എന്നോട് കരുണ കാണിച്ചു. ഞാനാണ് പാപികളിൽ ഒന്നാമൻ. അദ്ദേഹം അത് സമ്മതിക്കുകയാണ് ചെയ്തത്. അദ്ദേഹം പിൽക്കാലത്ത് ക്രിസ്തുവിന് വേണ്ടി രക്തസാക്ഷി മരണം വരിക്കുവാൻ ഇടയായി തീർന്നു. മരണത്തോട് ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ വാക്കുകൾ വളരെ പ്രസക്തമാണ്. അത് ഇപ്രകാരമാണ്: എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവാണ്, അതുകൊണ്ട് മരണം ലാഭകരമാണ്. ലഹരിക്കടിമയായി ജീവിക്കാതെ, ഈ ലോകത്തിൻ്റെ താല്പര്യങ്ങളും അതുപോലെയുള്ള മറ്റു മാന്യമല്ലാത്ത കാര്യങ്ങളും നോക്കി ഓടി ജീവിക്കുന്ന ഓരോ വ്യക്തികളും ശ്രദ്ധിക്കുക. ദൈവത്തിങ്കിലേക്ക് വരിക. അതാണ് ജീവിതം ധന്യമായി തീരുവാൻ, ലാഭകരമായ ജീവിതം നയിക്കുവാൻ, ശുഭകരമായ ജീവിതം നയിക്കുവാൻ സാധിക്കുന്ന ഒരേ ഒരു വസ്തുത എന്നുള്ളത്. ഭൗതികവാദവും നിരീശ്വരത്വവും ഒക്കെ ഉപേക്ഷിച്ച് കർത്താവായ യേശുക്രിസ്തുവിലൂടെയുള്ള വിശ്വാസത്തിലും ആ വലിയ ആശ്രയത്തിലും മുന്നോട്ട് ജീവിക്കുമ്പോൾ ആ ജീവിതം ഒരിക്കലും നഷ്ടമുള്ള ജീവിതമല്ല, അത് ലാഭകരം തന്നെയാണ്. അത് അനുഭവിക്കുന്ന എല്ലാവർക്കും അത് ബോധ്യമാകുക തന്നെ ചെയ്യും. നേട്ടങ്ങൾ കൈവരിക്കാനുള്ളതാണ് ജീവിതം. അത് ക്രിസ്തുവുള്ള വിശ്വാസത്തിലൂടെ നേടിയെടുത്ത് ജീവിതത്തിൻ്റെ എല്ലാ മാധുര്യവും അനുഭവിച്ച് ജീവിക്കുവാൻ ഓരോ വ്യക്തികളെയും കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം സഹായിക്കുമാറാകട്ടെ എന്ന് പ്രത്യേകം ഞാൻ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഗോഡ് ബ്ലസ് യു. മണ്ണിൽ ജീവിതമെന്നാൽ ലാഭം മാറടി മാത്രം. പ്രാണൻ ക്രിസ്തുവിലെന്നാൽ മൺകൂടൊഴിയുന്നതു ലാഭം. ഒരുങ്ങിയിട്ടുണ്ടോ നാം, ഒരുങ്ങിയിട്ടുണ്ടോ? വിശുദ്ധിയെ തികച്ചെങ്ങു പറന്നു പോകാം.